നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. വ്യാജ മതനിന്ദ ആരോപിച്ച് സ്വന്തം സഹപാഠികൾ അതിനീചമായി അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രിയ സഹോദരി നൈജീരിയൻ ക്രൈസ്തവ യുവതി ദെബോറ സാമുവലിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഷെക്കീന ബിഗ് ഡിബേറ്റ് ആരംഭിക്കുകയാണ്. ക്രൈസ്തവരുടെ കുരുതിക്കളമായി മാറിയ നൈജീരിയയിൽ നിന്നും മറ്റൊരു ദുഃഖവാർത്ത കൂടി. പാഠ്യവിഷയങ്ങൾ ചർച്ച ചെയ്യുവാനായി രൂപീകരിച്ച സ്വന്തം ക്ലാസ്സിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ മതപരമായ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തതിനെ എതിർത്തതിന്റെ പേരിലാണ് ദെബോറ സാമുവൽ എന്ന നൈജീരിയൻ ക്രിസ്ത്യൻ യുവതിയെ സ്വന്തം സഹപാഠികൾ കല്ലെറിഞ്ഞും വടികൊണ്ടടിച്ചും ചുട്ടരിച്ചും മതപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. തൊട്ടടുത്ത ദിവസം വരെ ഒരേ ക്ലാസ് റൂമിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച, ഒരുമിച്ച് സന്തോഷം പങ്കുവെച്ച സ്വന്തം സഹപാഠികൾ തന്നെ തന്റെ ഘാതകരായി തീരുമെന്ന് ആ പാവം പെൺകുട്ടി സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. സ്വന്തം സഹപാഠിയെ മതത്തിന്റെ പേരിൽ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തുവാൻ, അവരെ ഇത്രയും ക്രൂരന്മാരാക്കുന്നതിന് പിന്നിലെ ചേതോ വികാരം എന്താണ്? ഇറാഖിൽ സദാം ഹുസൈനെ തൂക്കിക്കൊല്ലുമ്പോൾ, ഗാസയിൽ വെടിപൊട്ടുമ്പോൾ, അമേരിക്കയിൽ ജോർജ് ഫ്ലോയിഡിനെ കൊലപ്പെടുത്തുമ്പോൾ പ്രതികരിക്കാൻ വെമ്പി നിൽക്കുന്ന നമ്മുടെ സാംസ്കാരിക നായകർ എന്തുകൊണ്ടാണ് ദെബോറ എന്ന നൈജീരിയൻ ക്രൈസ്തവ പെൺകുട്ടിയെ കാണാതെ പോകുന്നത്? മുസ്ലിം സമുദായത്തിന്റെ പോപ്പുലേഷൻ 50% മുകളിൽ എത്തിക്കഴിഞ്ഞ നൈജീരിയയിലെ നിലവിലെ സാമൂഹിക വ്യവസ്ഥിതി കേരളത്തോട് പറയുന്നതെന്ത്? ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ദെബോറ സാമുവൽ കേരളത്തിന് നൽകുന്ന പാഠമെന്ത്? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ഫാദർ ആന്റണി തറക്കടവിൽ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ടി ദേവപ്രസാദ്. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ആന്റണി തറക്കടവിൽ, നമുക്കറിയാം വളരെയധികം ദുഃഖകരമായ ഒരു വാർത്തയാണ് നൈജീരിയയിൽ നിന്നും ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നത്. സ്വന്തം സഹപാഠികളാൽ അതിക്രൂരമായി ഒരു ക്രൈസ്തവ യുവതി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു, അതും വ്യാജ മതനിന്ദ ആരോപിച്ചുകൊണ്ട്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ആ കോളേജിന്റെ ഒരു ID കാർഡ് ധരിച്ച കുട്ടികളാണ് ആ പെൺകുട്ടിയെ അതിക്രൂരമായി ചുട്ടരിക്കുന്നതും കല്ലെറിയുന്നതും വടികൊണ്ട് അടിക്കുന്നതുമൊക്കെ. സ്വന്തം സഹപാഠിയെ മതത്തിന്റെ പേരിൽ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തുവാൻ മാത്രം അവരെ നയിക്കുന്ന ചേതോ വികാരം എന്താണ് ഫാദർ ആന്റണി തറക്കടവിൽ? ഷെക്കീനയുടെ ശ്രോതാക്കൾക്കും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞാൻ അഭിവാദനം അർപ്പിക്കുന്നു. ഇത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് എന്നും നമ്മളെ അത് ഞെട്ടിക്കുന്ന വാർത്തയാണെന്നും എല്ലാവർക്കും അറിയാം. ഇവിടെ സഹപാഠികൾ മാത്രമല്ല, ഈ ആളുകൾ ഇതൊരു കോളേജിൽ നടക്കുന്ന കാര്യമാണ്. അഭ്യസ്ത വിദ്യരാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അജ്ഞതയൊക്കെ മാറി കുറച്ചും കൂടെയൊക്കെ മനുഷ്യത്വത്തോടു കൂടി ചിന്തിക്കാൻ കഴിയുന്നു എന്ന് കരുതുന്ന കാലമാണ്. ഇത് കോളേജ് ക്യാമ്പസ് ആണ്. ഇത് കൂടെ ജീവിക്കുന്നവരാണ് ഇത് ചെയ്യുന്നത്. അതും പഠന ഗ്രൂപ്പിൽ കൂടെ ജീവിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും സാധാരണ വിശ്വസിക്കുന്ന ആളുകളാണ് കൂടെ ജീവിക്കുന്നവർ, സഹപാഠികൾ എന്നുള്ള നിലയിലും കൂട്ടുകാരെന്നുള്ള നിലയിലും. പഠന ഗ്രൂപ്പില് അതിന് ചേരാത്തൊരു കാര്യം പോസ്റ്റ് ചെയ്തപ്പോൾ അതെന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നത് സാമാന്യ നീതിയുടെ ഒരു ചോദ്യമാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനുവേണ്ടി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമോ മറ്റു കാര്യത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്താൽ അവരെ നിശബ്ദമാക്കുക, അത് ദാരുണമായിട്ട് നിശബ്ദമാക്കുക എന്നുള്ള ഒരു കർമ്മമാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് ആരെയാണ് വിശ്വസിക്കാൻ കഴിയുക? കൂടെ പഠിക്കുന്ന വിദ്യാഭ്യാസമുള്ള അഭ്യസ്തവിദ്യരായിട്ട് കണക്കാക്കുന്ന ആളുകളെ പോലും ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഒരു മനുഷ്യനെ, അവന്റെ മനസാക്ഷിയെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്ത് തള്ളിവിടുന്ന ആ ചേതോവികാരം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇത് മാനുഷികമായിട്ടുള്ള യാതൊരു മനുഷ്യനും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം മനുഷ്യനെല്ലാം മനസാക്ഷി ഉണ്ട് അവനിൽ. ഈ മനസാക്ഷി ദൈവിക ദാനമാണ്. ദൈവം എല്ലാ മനുഷ്യനും കൊടുത്തിരിക്കുന്നതാണ്. അത് നിരീശ്വരവാദിക്ക് പോലും ആ മനസാക്ഷി ഉണ്ടെന്ന് ഓർക്കണം, ദൈവം സൃഷ്ടിച്ചതായതുകൊണ്ട്. ഈ മനസാക്ഷിയെ മറികടന്നിട്ട് നമ്മളെ അതിന് വിരുദ്ധമായിട്ടൊരു കാര്യം ചെയ്യാനായിട്ട് ഒരു ശക്തി പ്രചോദിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇത് അമാനുഷികമായിട്ടുള്ള, മനുഷ്യനപ്പുറത്തുള്ള തിന്മയുടെ ഒരു ശക്തിയാണെന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. കാരണം യാതൊരു വിധത്തിലും ന്യായീകരിക്കാനായിട്ട്, ഈ ഒരു പ്രവൃത്തിയെ ന്യായീകരിക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല.
ഈ കൊലപാതകി ആരാണെന്ന് വിശ്വാസത്തിൽ ഒഴിച്ചു നോക്കിയാൽ നമുക്ക് ബൈബിളിൽ നോക്കിയാൽ മനസ്സിലാകും. ദൈവം പിതാവാണ്, ദൈവം സൃഷ്ടാവാണെന്നുള്ള കാരണത്താൽ തന്നെ ദൈവം പിതാവാണ്. ദൈവം സൃഷ്ടിക്കുന്നതാണല്ലോ പിതൃത്വം എന്ന് പറയുന്നത്. ആ പിതാവ് തൻ്റെ മക്കളെ കൊല്ലാനായിട്ട് പറയുന്നുണ്ട് എങ്കിൽ അതൊരു പിതാവല്ല. ആ ദൈവം നൽകിയ, പിതാവ് നൽകിയ മനസ്സാക്ഷിയെ മറികടന്ന് അങ്ങോട്ടങ്ങ് പോകുമ്പോൾ ഈ തിന്മയുടെ ശക്തി ആവേശിക്കുന്നത് കൊണ്ടാണ് എന്ന് തന്നെ നമ്മൾ തിരിച്ചറിയണം. അതിന് വ്യാജമായ ഒരു അഡ്രസ്സ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ പ്രതിരോധിക്കാൻ ആത്മീയമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ശക്തി നമുക്ക് ആവശ്യമുണ്ട് എന്നും ഇതിനെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു വിവേകം നമുക്ക് ആത്മാവ് തരണം എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് കഴിയൂ. ഓക്കെ, വ്യക്തമാണ്. ഫാദർ ആന്റണി തറക്കടവിൽ, ഒരിക്കൽ കൂടി ആ ഒരു നടന്ന സംഭവം നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യുവാണെങ്കിൽ, ആ പെൺകുട്ടി ചെയ്ത കാര്യം, ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഠനപരമായ കാര്യങ്ങൾ മാത്രം പോസ്റ്റ് ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിൽ തന്റെ മുസ്ലിം സഹപാഠികൾ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ നിരന്തരം ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നു. ആ പെൺകുട്ടി അതിനെ ചോദ്യം ചെയ്യുന്നു. ഇത് പഠനപരമായ കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യേണ്ട ഒരു ഗ്രൂപ്പാണ്, ഇതിൽ മതപരമായ കാര്യങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല എന്നൊരു കാര്യം പറയുന്നു. അതിനെതിരെ പ്രതികരിച്ചവരോട് അവൾ അതിശക്തമായി ധീരതയോടെ പറയുന്നു, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി ഗ്രേറ്റസ്റ്റ്, തനിക്ക് എക്സാം പാസ്സാകുവാൻ തന്നെ സഹായിച്ചത് കർത്താവാണ് എന്ന് നിർഭയം ഏറ്റുപറയുന്നു. ഇതിന്റെ പേരിലാണ് ആ പെൺകുട്ടിക്കെതിരെ വ്യാജ മതനിന്ദ ആരോപണം ഉന്നയിക്കപ്പെടുന്നത്. അങ്ങ് നേരത്തെ അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി, ഇതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല. പക്ഷേ നൈജീരിയയിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ അങ്ങയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. നൈജീരിയയിലെ ചില മുസ്ലിം മത പണ്ഡിതർ തന്നെ ഈ കൊലപാതകത്തെ ന്യായീകരിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയവരെ ഒരു ഹീറോ ആക്കിക്കൊണ്ടുള്ള പല പ്രസ്താവനകളും മുന്നോട്ട് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. പക്ഷേ അവരുടെ അറസ്റ്റിനെ ചൊല്ലി അവരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം മത തീവ്രവാദികൾ സൊക്കോട്ടോ ആ ഒരു പ്രദേശത്ത് ആകമാനം കലാപം അഴിച്ചുവിടുകയാണ്. അവിടെ ഒരു ഹോളി ഫാമിലി കത്തീഡ്രൽ ദേവാലയത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ ഈ മത തീവ്രവാദികളെ ഒറ്റപ്പെടുത്തിയില്ലെങ്കിൽ, തള്ളി പറഞ്ഞില്ലെങ്കിൽ, അത് മുഴുവൻ മുസ്ലിം സമുദായത്തിനും ഒരു പേരുദോഷം തന്നെയല്ലേ ഫാദർ ആന്റണി തറക്കടവിൽ? മുസ്ലിം സമുദായം എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് രണ്ടായിട്ട് തന്നെയാണ് കാണുന്നത്. നമുക്കിവിടെ പരമ്പരാഗത മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരുപക്ഷെ 10% കാണുമായിരിക്കും എന്നാണ് ചില ആളുകൾ അത് പഠിച്ചിട്ട് പറയുന്നത്. അതിനുശേഷം നമ്മുടെ നാട്ടിൽ ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പ് വഹാബിസം അല്ലെങ്കിൽ സലഫിസം ഇവിടെ ഈ നാട്ടിലേക്ക് വന്നപ്പോൾ, അതായത് സൗദിയിൽ നിന്ന് ഈ എണ്ണയോടൊപ്പം ഇവിടെ പണത്തോടൊപ്പം ഇവിടെ വന്നു ചേർന്ന് കഴിഞ്ഞപ്പോൾ, ഈ നല്ലവരായ മുസ്ലിങ്ങൾ എന്ന് പലപ്പോഴും ആളുകൾ സ്വപ്നം കാണുന്ന ആളുകളുടെ മനസ്സിൽ ഈ ദെബോറായ്ക്കുണ്ടായിരുന്ന കൂട്ടുകാരുടെ ഒരു പിക്ചർ മാത്രമേ കാണാൻ കഴിയൂ എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണല്ലോ ഈ അവിടെയുള്ള ഈ സുൽത്താൻ ആദ്യം ഇതിനെ തള്ളി പറഞ്ഞിരുന്നു. അത് സാമാന്യമായിട്ടുള്ള മനസാക്ഷിയുടെ ഒരു പ്രതികരണം എന്ന് വേണം നമുക്ക് പറയാം. ഇല്ലെങ്കിൽ അന്തർദേശീയമായിട്ടുള്ള ഒരു നിലയിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മനുഷ്യൻ എന്നുള്ള നിലയിൽ ചെയ്യണം എന്നുള്ള പ്രതികരണമായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം അത് മാറ്റിപ്പറഞ്ഞു. നമ്മുടെ നാട്ടിൽ മാറ്റിപ്പറയുന്ന ശീലം നമുക്കുണ്ടല്ലോ. പിന്നെ അത് മാറ്റിപ്പറഞ്ഞതായിട്ടും അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിനകത്ത് അത്ഭുതപ്പെടാനായിട്ടൊന്നുമില്ല. കാരണം ഈ പരമ്പരാഗത മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് വളരെ നല്ല മനുഷ്യരാണ്. അവർക്ക് പക്ഷേ ഈ വഹാബ് പറഞ്ഞതുപോലെ അല്ലെ സലഫിസം ചിന്തിക്കുന്നത് പോലെ പൂർണ്ണമായിട്ടും ഈ ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോവുക, പഴയകാല ജീവിതത്തിലേക്ക് തിരിച്ചു പോവുക എന്നുള്ള ആശയം അവരുടെ മനസ്സിൽ ഇല്ലാത്തവരാണ്. അവർക്ക് നിശ്ചയമായിട്ടും ഈ പ്രവൃത്തികൾ വലിയ പെരുദോഷവും അവരുടെ ജീവിക്കുന്ന ജീവിതത്തിന് അസ്വീകാര്യവുമായിരിക്കും നിശ്ചയമായിട്ടും. ഓക്കെ, വ്യക്തമാണ്. ശ്രീ ടി ദേവപ്രസാദ്, നമുക്കറിയാം കേരളത്തിലെ മാധ്യമങ്ങളുടെ വലിയൊരു പ്രത്യേകത, കേരളത്തിന് പുറത്തുള്ള സംഭവങ്ങളെ കുറിച്ച് പ്രതികരിക്കുവാൻ അവർക്ക് വലിയൊരു ആവേശം തന്നെയാണ്. നേരത്തെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതകം, ഗാസയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ, ഇറാഖിൽ സദാം ഹുസൈനെ തൂക്കിലേറ്റിയപ്പോൾ, മാത്രമല്ല ഉത്തരേന്ത്യയിൽ നടക്കുന്ന പല സംഭവങ്ങളും. ഇതൊക്കെ കാണുമ്പോൾ പ്രതികരിക്കുവാൻ വലിയൊരു ആവേശമാണ് നമ്മുടെ മാധ്യമങ്ങൾക്കും സാംസ്കാരിക നായകർക്കും. എന്നാൽ ചില പ്രദേശങ്ങളിലെ വാർത്തകൾ ഇവർ മനഃപൂർവ്വം തമസ്കരിക്കുന്നു, അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുന്നില്ല. നമുക്കറിയാം ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതകമാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും പലരും അതിനെ തമസ്കരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരക്കാരുടെ ഒരു പ്രതികരണം ഒരു സെലക്റ്റീവായി പോകുന്നത്? അതൊരു മതേതര സമൂഹത്തിന് അപകടമല്ലേ ശ്രീ ടി ദേവപ്രസാദ്? നമ്മള് ഇവിടെ ഈ
കുറെ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രീണന നയത്തിന്റെ ഒരു ഭാഗം കൂടിയാകാം ഇതെന്ന് കരുതുന്നവനാണ് ഞാൻ. മുസ്ലിമുകളുടെ എന്തെങ്കിലും അവരെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കുന്ന എന്തെങ്കിലും വന്നാൽ അത് ഒളിച്ചു വെക്കുക, തമസ്കരിക്കുക എന്നുള്ള ഒരു രീതി മാധ്യമങ്ങൾ അടുത്ത കാലത്തായിട്ട് വളരെ ശക്തമായി സ്വീകരിക്കുന്നുണ്ട്. നമുക്കറിയാം 2015 ലിബിയയില് 21 കോപ്റ്റിക് ക്രൈസ്തവരെ നിർത്തി ISIL എന്ന് പറയുന്ന സംഘടന, ഇറാഖിലെ ഇസ്ലാമിക് സംഘടന, അവര് അത് ചെയ്യുന്നതിന്റെ വീഡിയോ അവര് തന്നെ റിലീസ് ചെയ്ത. പക്ഷെ ആ കാര്യം പോലും ഇവിടെ പ്രസിദ്ധീകരിക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ട വിധത്തിൽ മനസാക്ഷിയുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാക്കാനോ നമുക്ക് സാധിച്ചില്ല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനെതിരെ ശക്തമായ സമ്മർദ്ദങ്ങൾ മാധ്യമങ്ങൾക്കുണ്ടായിട്ടുണ്ട്. മാധ്യമങ്ങൾ ജീവിക്കുന്നത് പരസ്യം കൊണ്ടും അതുപോലെയുള്ള പിന്തുണ കൊണ്ടുമാണ്. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കച്ചവട ലക്ഷ്യങ്ങളാണ് ഇതിന് പ്രധാനമായ സ്വാധീനം വലിക്കുന്നത്. ഭീഷണിപ്പെടുത്താനും അവരെ അതില് പിന്നോട്ടടിക്കാനുമുള്ള ശേഷി അവർക്കുണ്ട്. പിന്നെ ഈ സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്നത് പോലെ അവരെ ഈ പറഞ്ഞ വിഭാഗക്കാര് അവരോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഇതിപ്പോ നമുക്കറിയാം, പാലസ്തീനിൽ യുദ്ധം നടന്നപ്പോൾ ഇസ്രായേലില് ജോലിക്ക് പോയ നമ്മുടെ ഇടുക്കിയിൽ നിന്നുള്ള ഒരു പെൺകുട്ടി മരിച്ചു. ആ പാലസ്തീൻകാരോട്, അവരെ ബോംബിട്ട് വന്നവരോടല്ല, ഇസ്രായേൽക്കാരോടായിരുന്നു നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് കലിപ്പ്. അവരുടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. ഇസ്രായേൽക്കാരാണ് ആ കുട്ടിയുടെ വീട്ടുകാർക്ക് വേണ്ട ആനുകൂല്യങ്ങളും സഹായങ്ങളും എല്ലാം ചെയ്തത്. എന്നിട്ട് നമ്മള് പാലസ്തീൻകാരോടൊപ്പമായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ അതിന്റെ നിഗമനങ്ങളിൽ എത്തിച്ചേരാനേ സാധിക്കുള്ളൂ. ഞാൻ എത്തിച്ചേരുന്ന ഒരു നിഗമനം ഈ തീവ്രവാദത്തോടുള്ള ഒരു ഭയമോ അല്ലെങ്കിൽ ഇവരുടെ ഈ കച്ചവട സ്വാധീനങ്ങൾ മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതോ ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇത് ഈ നൈജീരിയയിലെ സംഭവം ലോകത്ത് എവിടെ വേണേലും ആവർത്തിക്കാവുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത, നൈജീരിയയിലെ ഒരു പ്രത്യേകത, നൈജീരിയയിൽ 2 തരം കോടതികൾ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. നമുക്കറിയാം. ഒന്ന് ഭരണഘടന അനുസരിച്ചുള്ളതും, ശരിയ കോടതികൾ, ശരീഅത്ത് കോടതികൾ എന്ന് പറയുന്ന കോടതികൾ പ്രവർത്തിക്കുന്നതാണ്. ശരീഅത്ത് കോടതികളിൽ ഈ ദൈവനിന്ദ എന്ന് പറയുന്നത്, മതനിന്ദ എന്ന് പറയുന്നത് കൊലപാതക ശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റമാണ്. അപ്പോ അതുകൊണ്ട് അങ്ങനെ കൊലപാതകം അങ്ങനെ മതനിന്ദ ആരോപിച്ച് ഒരാളെ കൊന്നാൽ അതൊരു കുറ്റമല്ലെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ അവരോട് വളർത്തിയെടുക്കുന്നത് പോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം ഓർക്കുക, ഇപ്പം ഈ പറഞ്ഞ ഈ പെൺകുട്ടിയുടെ ദെബോറയുടെ കാര്യം, ആ കുട്ടി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതാണ് പ്രശ്നമായത്. യേശുവാണ് എന്നെ രക്ഷിച്ചത് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടതാണ് അപകടമായെങ്കിൽ. ഈ നൈജീരിയയിലെ തന്നെ ഒരു കഥയുണ്ട്. ഒരു ടീച്ചർ ഇംഗ്ലീഷിന് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പം ഒരു കുട്ടി ഖുറാൻ വായിക്കുമായിരുന്നു. പുസ്തകം അടച്ചു വെക്കാൻ പറഞ്ഞതിന് ആ കുട്ടി, അവരുടെ ഖുറാൻ അടച്ചു വെക്കാൻ പറഞ്ഞതിന് ആ കുട്ടി അത് വീട്ടുകാരോട് പറയും. പിന്നീട് അത് വലിയ കലാപമായിട്ട് 10-20 പേരെ കൊല്ലുകയും ചെയ്ത ഒരു സംഭവം, ടീച്ചർ അടക്കം 10-20 പേരെ കൊന്നു കളഞ്ഞ ഒരു സംഭവം ഉണ്ടായി. അതുപോലെ അവിടെ നൈജീരിയയിലെ ഖുറാൻ ഇരുന്നപ്പോ ബാഗിന്റെ മുകളിൽ ഒരു ക്രിസ്ത്യാനി കുട്ടി തൊട്ടു എന്നും പറഞ്ഞ് ഖുറാനെ ഡിഫൈൽ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ, നിന്ദിച്ചു എന്ന് പറഞ്ഞ് കലാപങ്ങൾ ഉണ്ടാക്കി. അപ്പൊ അവിടുത്തെ ഒരു പ്രത്യേക ജനവിഭാഗത്തിന്റെ ഒരു മനോഭാവം ഇങ്ങനെ പരുവപ്പെട്ടത് എങ്ങനെയാന്നുള്ളതിനെ കുറിച്ച് ഒരുപക്ഷെ ആന്റണി നേരത്തെ പറഞ്ഞതുപോലെ വേറൊരു ശക്തിയുടെ പ്രവർത്തനം എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് നൈജീരിയയെ സംബന്ധിച്ച് ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ലോകത്ത് ഒരു ദിവസം 16 ക്രൈസ്തവര് വിശ്വാസത്തിന് വേണ്ടി വധിക്കപ്പെടുന്നു എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അല്ല, അത് ആഗോള കണക്കാണ്. അതിൽ 12 പേരും നൈജീരിയക്കാരാണെന്നാണ് പറയുന്നത്. അപ്പൊ നൈജീരിയയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അത് ഒരു സംഘടിതമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ജനസംഖ്യ അവിടെ ക്രൈസ്തവരും ഈ പറഞ്ഞതുപോലെ ജനസംഖ്യയിൽ നല്ല ശക്തമായ ഒരു സമൂഹമാണ്. പക്ഷെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ലോകത്തെങ്ങും ഈ ഈ ആയുധമെടുത്തുള്ള ഒരു പോരാട്ടം അവർക്ക് വിശ്വാസപരമായി അനുവദിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം തിരിച്ചറിയാം, ശരീഅത്ത് നിയമം ഏതെങ്കിലും തരത്തിൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരം ദുരന്തങ്ങൾ എല്ലാ നാട്ടിലും ഉണ്ടാകും. അതുകൊണ്ടൊക്കെ കൂടി ആയിരിക്കണം ഭാരതത്തിലും ഈ ശരീഅത്ത് നിയമമൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞൊക്കെ അല്ലെങ്കിലുള്ള ആ ഒരു മുറവിളികളൊക്കെ പലയിടത്തും ഉയരുന്നുണ്ട്. അതിനെതിരെയൊക്കെ ഉള്ള ഒരു മുൻകരുതൽ എടുക്കുന്നതും അത് ഭാരതത്തിൽ ഒരു ഏകീകൃത സിവിൽ കോഡ് എന്നൊക്കെയുള്ള ചിന്തയിലേക്കൊക്കെ സർക്കാർ നീങ്ങുന്നതിന്റെ ഒരു സാഹചര്യം, ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക്
മനസ്സിലാകുന്നുണ്ട്. നമ്മളിപ്പോൾ ഏകീകൃത സിവിൽ കോഡിനെയൊക്കെ ചില നിസ്കറിയ കാര്യങ്ങൾ പറഞ്ഞൊക്കെ നമ്മൾ എതിർക്കുമ്പോൾ തിരിച്ചറിയുക, അവര് പറയുന്ന പോലുള്ള ഇത്തരത്തിലുള്ള ഒരു ബഹുവിധ നിയമങ്ങൾ ഇപ്പം നൈജീരിയയിൽ നിലനിൽക്കുന്ന 2 നിയമങ്ങളാണ്, 2 കോടതികളുമുണ്ട്. അതിലൊരു കോടതിയിൽ നമുക്കറിയാം, അല്ലെങ്കിൽ സിവിൽ കോടതിയിൽ ഭരണഘടനയുടെ 35-ാം വകുപ്പ് അനുസരിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, 39-ാം വകുപ്പ് അനുസരിച്ച് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ മറ്റൊരു കോടതിയിൽ ഇത് വധശിക്ഷയ്ക്ക് അർഹമായ കുറ്റമാണ്. അത് ശരീഅത്ത് കോടതിയാണ്. ഈ കോടതികൾ നിലവിലിരിക്കുന്ന രാജ്യങ്ങളിൽ ഇപ്പൊ നമുക്കറിയാം, പാകിസ്ഥാനിൽ എന്താ സ്ഥിതി, ബംഗ്ലാദേശിൽ എന്താ സ്ഥിതി, ആ രാജ്യങ്ങളിലെല്ലാം ഇതാണ്. പക്ഷെ ഇതിനെതിരെ ഇത് ശരിയല്ല എന്ന് പ്രതികരിക്കാൻ, ഇത് ഇക്കാര്യത്തിൽ മാത്രമല്ല, നമ്മളൊരു നിസ്സാര കാര്യം എടുത്തു നോക്കി. നമ്മുടെ കേരളത്തിൽ ഏതാനും ദിവസം മുമ്പ് നടന്ന ഒരു സംഭവമുണ്ട്. സമസ്തയുടെ സമ്മേളനത്തിൽ ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറി പാടില്ല എന്ന MD ഉസ്താദ് പറഞ്ഞു. അതിനെതിരെ ഇവിടെ എന്തെങ്കിലും ഒരു ഗവർണർ പോലും ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പോലും ആരെങ്കിലും എന്തെങ്കിലും, നമ്മുടെ മുഖ്യമന്ത്രി ഇതുവരെ അതിനെക്കുറിച്ച് ഒരു വാദം തുറന്നു. അപ്പം അല്ലെങ്കിൽ നമ്മുടെ ഈ സോ കോൾഡ് സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്നവർ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു, നമ്മളാരും കേട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് സമൂഹത്തിന്റെ ഒരു യഥാർത്ഥ നേർചിത്രം. ഇതിനെതിരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആന്റണി അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ദൈവത്തെ വിളിക്കുക, ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവുക എന്നുള്ളതാണ്. സമൂഹത്തിൽ നിന്ന് ഇതിനപ്പുറം ഈ കച്ചവട സംസ്കാരത്തിലും അല്ലെങ്കിൽ ഈ ഭൗതികമായ നേട്ടങ്ങളിലും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മാധ്യമ പ്രവർത്തനത്തിൽ നിന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും എന്ന് കരുതുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ അറിയുകയും ജനങ്ങൾ ബോധവൽക്കരിക്കപ്പെടുകയും ചെയ്യേണ്ടത് ഒരാവശ്യമാണ്. ഇതിന്റെയൊക്കെ ഒരു ആപത്ത് എന്താണ്? ഇപ്പം നമ്മളാണെങ്കിലും ഏകീകൃത സിവിൽ കോഡെന്നോ അല്ലൊക്കെ പറയുമ്പോഴത്തേക്കല്ലേ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുള്ള ഒരു സിവിൽ കോഡാണ്. ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു യാഥാർത്ഥ്യം, ഒരുപക്ഷെ ഭാരതത്തിൽ എന്തുകൊണ്ടായിരിക്കും ഇത്രയും മുസ്ലിമുകൾ ഇങ്ങനെ വളരുന്നത്? ഇപ്പൊ അച്ഛൻ പറഞ്ഞില്ലേ വഹാബിസം, സലാബിസം എന്നൊക്കെ പറഞ്ഞല്ലോ, ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നവരാണ്. അത് നമ്മൾ ഇവിടെ ഈ ഫണ്ടിയല്ലാതെ നടക്കാത്തതിന്റെ ഒരു പ്രധാന കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണം ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പൊ ആദ്യം ക്രിസ്ത്യാനികളെ കൊല്ലും, പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലും. ഇങ്ങനെയൊക്കെയാണ് ലോകത്ത് നടക്കുന്നത്. നമുക്കറിയാം ഈ ലോകത്തെ മൈഗ്രൻസ് എന്ന് പറയുന്നത്, ഇപ്പൊ മാർപ്പാപ്പയൊക്കെ ഒത്തിരി കുടിയേറ്റക്കാരെ സ്വീകരിക്കണം എന്നൊക്കെ ലോകത്തോട് പറയുന്നത്, ഈ മൈഗ്രൻസ് ചെല്ലുന്ന ആരാ കൂടുതലും? ഇവരുടെ അവിടെ കൂടെ ജീവിക്കാൻ പറ്റാത്ത മുസ്ലിമുകളെ തന്നെയാണ് അവർ ഓടിച്ചിറക്കുന്നത്, കൊല്ലുന്നതും ഒക്കെ. അപ്പൊ ഇത് ഒരു ഭീകര എന്താ നമുക്ക് മനസ്സിലാക്കാൻ, നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ അതൊക്കെ ഒരു 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 വളരെ മോശമായ വാക്കുകൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ അത് പറയാതിരിക്കാൻ നല്ലത്. നമുക്ക് ഒരു മനുഷ്യത്വമില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനാവാത്ത, മനുഷ്യർക്ക് മനസ്സിലാക്കാനാവാത്ത ചില പ്രമാണങ്ങൾ നയിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇതിപ്പോ ഇവിടെ ക്രിസ്ത്യാനികളെ ആദ്യം കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലും. ഷിയായും സുന്നികളും തമ്മിലുള്ളൊരു, ഇപ്പൊ സുന്നികളാണ് കേരളത്തിൽ ഈ സമസ്തയൊക്കെ സുന്നിയുടെ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഷിയാസ് ആണ് ലോകത്ത് പലയിടത്തും കൂടുതലായിട്ടുള്ളത്. ഇപ്പം നമുക്കറിയാം ഈ ഇറാഖിലാണെന്ന് തോന്നുന്നല്ലേ ഈ യസീദികൾ എന്ന് പറയുന്ന മുസ്ലിമുകളാണ്. അവരെ മുഴുവൻ നിഗ്രഹിക്കുകയാണ്. ഇപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു കൾച്ചറാണ്. അത് അച്ഛൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു 9-ാം നൂറ്റാണ്ടിലെ സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകാൻ, അത് ഈ ഈജിപ്തിലെ അൽ അഷർ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് തുടങ്ങിയ 2 സിദ്ധാന്തങ്ങളാണ്. അത് എന്ന് പറഞ്ഞാൽ ഒരു ഉറവിടത്തിലേക്ക് തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യാനികൾ പറയുന്ന ഒറിജിനൽ പ്യൂരിറ്റിയിലേക്ക് പോകാനാണ് ഈ സഭയിൽ ഇത് പറയുന്നത്. പക്ഷെ ഇവർ പോകുന്നത് ഒരു തരം ആ കാലത്തുണ്ടായിരുന്ന ഖലീഫമാരുടെയും അല്ലെങ്കിൽ അക്കാലത്തുണ്ടായിരുന്ന ഈ അടിച്ചമർത്തൽ സമരത്തിന്റെയും അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ എതിരെ ഇപ്പം ജനങ്ങൾ കൂടുതൽ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭരണഘടനയും അല്ലെങ്കിൽ രാജ്യമൊക്കെ നിസ്സഹായമായി പോകുന്ന ഒരവസ്ഥയാണ്. കാരണം തീവ്രവാദികളോട് ഇങ്ങനെയുള്ളവരോടൊപ്പം നിന്നില്ലെങ്കിൽ ഭരിക്കാനാവില്ല. കുറെ കൂട്ടർക്ക് ഭരണം നിലനിർത്തണം എന്നുള്ളതാണ് ആഗ്രഹം. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭരണം തുടരണമെങ്കിൽ ഇങ്ങനെയുള്ളതിനെ കണ്ണടയ്ക്കണം. അതാണ് ഒരുപക്ഷെ സുൽത്താന അവരൊക്കെ വാക്കുമാറി എന്ന് പറയുന്നതിന്റെ സംഭവം. അങ്ങനെയൊക്കെയുള്ള ഒരു ശക്തമായ സമ്മർദ്ദ സംവിധാനങ്ങളിലൂടെ ഇങ്ങനെയുള്ള തീവ്രവാദികൾ പിടിമുറുക്കുന്നു എന്നുള്ളത് ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് ബോധ്യമുണ്ടാവുക, നമ്മൾ ഇതിനെതിരെ ദൈവത്തിന്റെ ഒരു ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ നമ്മളെ സംബന്ധിച്ച് വേറൊന്നും ചെയ്യാനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. ഇവരെ ഭയന്നാണ്. ഇപ്പം എന്തുകൊണ്ടാണ് പ്രസിഡന്റ് അവരെ ഭയന്നാണ്, മാധ്യമങ്ങൾ എന്താ ഉണ്ടാതിരിക്കുന്നത്, അവരെ ഭയന്നെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവരെ ആക്രമിക്കുന്നുള്ള ഭയം മാത്രമായിരിക്കില്ല, അവരുടെ കയ്യിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ അങ്ങനെയുള്ളതെന്ന് പരസ്യം കിട്ടത്തില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഒരു അനുഭവം ഞാൻ പറഞ്ഞാൽ, ഈ 2015 ഈ ലിബിയൻ മാർട്ടിയേഴ്സ് രക്തസാക്ഷികളുടെ ഒരു പടം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കൊണ്ടുവന്നു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എന്തുമാത്രം പടങ്ങൾ ഇരിക്കുന്നുണ്ട്. ആ ഒരു പടം വെച്ചിട്ട് അന്ന് തന്നെ രാത്രിയിൽ അത് അവിടെ നീക്കം ചെയ്യപ്പെട്ടു.
അപ്പോൾ അതിരുന്നാൽ അത് കമ്മ്യൂണൽ ക്ലാഷ് ബുദ്ധിമുട്ടുണ്ടാവും. കമ്മ്യൂണൽ, അതായത് ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ അത് വർഗീയതയാവും, അല്ലെങ്കിൽ കമ്മ്യൂണൽ മതപരമായ മതേതരത്വത്തിന് തടസ്സമായെന്നൊക്കെ കരുതുന്ന ചില ആൾക്കാർ. ശ്രീ ദേവപ്രസാദ്, തീവ്രവാദത്തിനെതിരെ ശക്തമായ ഒരു ബോധവൽക്കരണം തന്നെ നമുക്ക് ആവശ്യമുണ്ട്. ഫാദർ ആന്റണി തറക്കടവിൽ, നമുക്കറിയാം ക്രൈസ്തവ സമുദായം നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളെ കുറിച്ച് പ്രതികരിക്കുന്നവരെ വർഗീയവാദികളാക്കുന്ന, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞ ക്രിസംഗികളൊക്കെ ആക്കുന്ന ഒരു പ്രവണത അടുത്ത നാളിൽ വളരെ ശക്തമാണ്. അങ്ങ് തന്നെ ആ ഒരു കാര്യത്തിന്റെ ഒരു ദുരനുഭവം അങ്ങേക്ക് അടുത്ത നാളുകളിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും നൈജീരിയയിലെ, നേരത്തെ ശ്രീ ടി ദേവപ്രസാദ് അതിന്റെ ഒരു സൂചന നമുക്ക് നൽകിയുണ്ടായി, നൈജീരിയയിലെ നിലവിലെ ഒരു സാമൂഹിക വ്യവസ്ഥിതിയെ പറ്റി തീർച്ചയായും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ചില ആശങ്ക ഉണർത്തുന്ന കണക്കുകൾ അങ്ങയുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. നൈജീരിയയിൽ കഴിഞ്ഞ 15 മാസത്തിനിടെ ക്രിസ്തു വിശ്വാസത്തെ പ്രതി കൊല്ലപ്പെട്ടത് 6006 പേരാണ്. ആ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് നൈജീരിയൻ ക്രൈസ്തവർ നേരിടുന്ന മതപീഡനങ്ങളെ കുറിച്ച് പഠനം നടത്തുന്ന ഇന്റർനാഷണൽ സിവിൽ ലിബർട്ടീസ് ആൻഡ് റൂൾ ഓഫ് ലോ എന്ന സംഘടനയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2009 മുതൽ 13 വർഷത്തിനിടെ നൈജീരിയയിൽ കൊല്ലപ്പെട്ടത് 45,000 ക്രൈസ്തവരാണ്, അത് ക്രിസ്തു വിശ്വാസത്തെ പ്രതി. നേരത്തെ ശ്രീ ടി ദേവപ്രസാദ്, ഞാൻ നേരത്തെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ നൈജീരിയയിൽ മുസ്ലിം ജനസംഖ്യ ഒരു 50% മുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കേരളത്തിലാണെങ്കിൽ ക്രൈസ്തവരുടെ ജനസംഖ്യ വളരെയധികം കുറയുന്നു, 14% എത്തുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നൈജീരിയയിലെ ആ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി കേരളത്തിന് നൽകുന്ന പാഠം എന്താണ്, ഫാദർ ആന്റണി? നൈജീരിയയുടെ ചരിത്രം നമ്മൾ അറിയുന്നത് വളരെ ഉപകാരപ്രദമാണ്. ഈ ചോദ്യം വളരെ റിലവന്റ് ആണ് താനും. ഈ നൈജീരിയയിൽ ഇസ്ലാം വിശ്വാസം അവിടെ എത്തുന്നത്, ഇവർ പാരമ്പര്യമൊക്കെ പറയുന്നുണ്ട് എങ്കിലും, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും 11ാം നൂറ്റാണ്ടിലാണ് എന്നാണ് നമുക്ക് ഒരുവിധം അറിയാൻ കഴിയുന്നത്. അത് വരുന്നത് എങ്ങനെയാണ്? ആദ്യം കച്ചവടക്കാരിലൂടെയാണ്. കച്ചവടക്കാർ ആദ്യം അവിടെ എത്തിപ്പെടുന്നു, അവിടെ കച്ചവടം ആരംഭിക്കുന്നു, കച്ചവടം അവിടെ സ്ഥിരമാകുന്നു. ഇത് നമ്മുടെ ഏത് ഹൈവേ നോക്കിയാലും ഏത് റോഡ് നോക്കിയാലും നമുക്ക് കാണാം. അവിടെ ഒരു പെട്ടിക്കട വെച്ച് അല്ലെങ്കിൽ ഒരു 4 തൂണ് നാട്ടി ഒരു കച്ചവടം തുടങ്ങുകയാണ് ചെയ്യുന്നത്. അവിടെ എന്നിട്ട് സ്ഥിരതാമസമാക്കുന്നത്, പിന്നെ 2 ഇഷ്ടിയൊക്കെ വെച്ചിട്ട് അങ്ങ് തുടങ്ങുകയാണ്. ഇതിനുശേഷം സാവധാനം അവർ നൈജീരിയയിൽ ചെയ്തത് ഈ കച്ചവട ചാനലുകൾ, അതായത് ട്രേഡ് റൂട്ട്സ് എല്ലാം അവർ കൈവശമാക്കി ഈ നൈജീരിയയിൽ. അത് 11ാം നൂറ്റാണ്ട് മുതൽ നടക്കുന്ന കാര്യമാണ്. ഇതിനുശേഷം പിന്നെ സാവധാനം മതപ്രചരണം തുടങ്ങി. മതപ്രചരണം അപ്പോ ഈ കച്ചവടം നടക്കുമ്പോൾ നമുക്കറിയാമല്ലോ, സാധാരണ ആളുകളെല്ലാമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. ഇത് ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ സീരിയസ് ആയിട്ട് നടന്നു കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം ഇതുവരെയും ഇവിടുത്തെ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള ഒരു ദാരുണമായ ഒരു സത്യവും കൂടി ഞാൻ ഈ കൂടെ ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ. ഇതുവരെയും ഇത് മനസ്സിലാകാതെ ഇത് ഇതേപടി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനുശേഷം മതപ്രചാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പൊ വളരെ സീരിയസ് ആയിട്ട് 10-20 വർഷമായിട്ട് ക്രിസ്തീയ സഭയ്ക്കെതിരെ കഠിനമായ ആക്രമണം മീഡിയ ലെവൽ നടക്കുന്നുണ്ടെന്നുള്ളത് ഈ മീഡിയയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഷക്കീൽ നായിക്ക് തന്നെ അത് നന്നായിട്ട് അറിയാമല്ലോ. ഇതിനുശേഷം തുടർന്ന് നടക്കുന്നത് ഭരണാധികാരികളുടെ മതം മാറ്റമാണ്. ആദ്യമായിട്ട് മാറി എന്ന് പറയുന്നത് മായുമേ ജിൽമി എന്ന് പറയുന്ന കേനേമിലെ ഭരണാധികാരിയാണ്. ഇപ്പോഴും അവരുടെ ടൈറ്റില് കേനേമിലെ ഇമാം എന്നാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു ഭരണാധികാരി മതം മാറുന്നത്. പിന്നീട് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഫിഗർ മുഹമ്മദ് റുംഫ എന്ന് പറയുന്ന ഹൗസലൻഡിലെ ഭരണാധികാരിയാണ്. ഇങ്ങനെ ഭരണാധികാരികളെ മതം മാറ്റിക്കൊണ്ട് ഭരണം ഉപയോഗിച്ചുകൊണ്ട് പിന്നെ മതം മാറ്റം നടന്നതാണ് നൈജീരിയ നമ്മൾ കാണുന്നത്. തുടർന്ന് അവർ ചെയ്യുന്ന ഒരു കാര്യം, ഒരു സ്ഥലത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറുമ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ മതപ്രചാരണം നടത്തുക എന്നുള്ളതാണ് അടുത്ത പടി. ഇതും ഇന്ന് വളരെ കാര്യക്ഷമമായിട്ട് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകമെമ്പാടും നടക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, സിറിയയിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും ഇസ്ലാമിക രാജ്യങ്ങളിലും പ്രശ്നമുണ്ടാക്കി ക്രിസ്ത്യാനികളുടെ കഴുത്തറുത്തതിന് ശേഷം അവിടെയുള്ള യുവജനങ്ങളെല്ലാം യൂറോപ്പിലേക്ക് കയറി പറ്റുകയാണ് ചെയ്തത്. ഞാൻ തന്നെ യൂറോപ്പിൽ പോകുന്ന അവസരത്തില് നമ്മൾ വഴിയിൽ കാണുന്നത് മുഴുവൻ ചെറുപ്പക്കാരായിട്ടുള്ള മുസ്ലിം യുവാക്കളാണ്. എന്നിട്ട് അവിടെ നിന്ന് ഇപ്പൊ ഉദാഹരണം ജർമ്മനിയുടെ പറയുകയാണെങ്കിൽ, അവിടെ ഇങ്ങനെ കടന്നു വരുന്ന ആളുകൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്ന് നിയമം വായിച്ച് പഠിച്ച് ആ നിയമത്തിന് വേണ്ടി എല്ലാ ദിവസവും കോടതിയിൽ പോയി അത് ക്ലെയിം ചെയ്തെടുക്കുന്ന ആളുകളെ നമ്മൾ ഇന്ന് യൂറോപ്പിൽ കാണുന്നു. ഫാദർ ആന്റണി, ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ജർമ്മനിയുടെ കാര്യം പറഞ്ഞപ്പോൾ അടുത്ത നാളിൽ ഒരു പത്ര റിപ്പോർട്ട് വരികയുണ്ടായി. ഈ ജർമ്മനിയിലെ ഒത്തിരിയേറെ പേർ പരാഗ്വേയിലേക്ക് കുടിയേറുന്ന ഒരു പ്രവണത, അത് പ്രധാനമായും ഈ അഭയാർത്ഥികളെ പേടിച്ച് അല്ലെങ്കിൽ ഈ ഒരു മുസ്ലിം തീവ്രവാദത്തെ പേടിച്ചാണ് എന്ന റിപ്പോർട്ടിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. BBC അടക്കമുള്ള മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
അങ്ങേക്ക് തുടരാം. അത് ഒരു കാര്യം എനിക്ക് പറയാനുള്ള, ഞാൻ നേരിട്ട്, നമുക്കറിയാലോ സ്റ്റുട്ട്ഗാർട്ട് എന്ന് പറഞ്ഞ ജർമ്മനിലെ വലിയൊരു പട്ടണമാണ്. അതായത് വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു പട്ടണമാണ്. ഈ പട്ടണത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നേരത്തെ മുഴുവനും ജർമ്മൻകാരായിരുന്നത് മുഴുവനും അവിടുന്ന് മാറിപ്പോയ സംഭവം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് കാരണം ഇവർ വന്ന് കൂട്ടത്തോടെ താമസമാക്കിയാൽ പിന്നെ അവരുടെ സുരക്ഷിതത്വം ഇല്ലാതാവും. നമ്മുടെ ഒരു ഗ്രാമത്തിൽ വളരെ ശാന്തമായിട്ട് ജീവിക്കുന്നിടത്ത് ഒരു 2 കള്ളന്മാർ വന്നിറങ്ങിയാൽ എന്തു സംഭവിക്കുന്നുവോ അത്രയും അവിടെ സംഭവിച്ചു. പിന്നീട് നമ്മൾ 2008 ഇവരിങ്ങനെ 19-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇസ്ലാമിക ഉസ്മാൻ ദാൻ എന്ന് പറഞ്ഞ ഇസ്ലാമിക പണ്ഡിതനാണ് അവിടെ ആദ്യമായിട്ട് ജിഹാദ് ആരംഭിക്കുന്നത്. അതിനുശേഷം 2008 വരുന്നപ്പോ ഈ വടക്കൻ നൈജീരിയയിലെ ഒരു ഭൂരിപക്ഷമായി തീർന്നപ്പോ അവിടെ ശരിയ നിയമം കൊണ്ടുവന്നു. അപ്പോഴാണ് സാറ് സൂചിപ്പിച്ചതിൽ ഒരുപക്ഷെ 2 കോടതികൾ അവിടെ വരുന്നെന്ന് ഞാൻ കരുതുകയാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഇന്നുണ്ടല്ലോ. ഞാൻ ഈ തലശ്ശേരിക്കാരനാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വലിയ പ്രശ്നം ഉണ്ടായ ഒരു അവസരത്തിൽ അവിടെ കർഫ്യൂ ഉണ്ടായിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് ഒരു വിഭാഗം മാത്രം പട്ടണത്തിലൂടെ യാതൊരു നിയമത്തിന്റെ ബാധ്യതയുമില്ലാതെ സഞ്ചരിച്ചിരുന്നത്? ബാക്കി എല്ലാവർക്കും കർഫ്യൂ ബാധകമായിരുന്നു. ഇവിടെയും ഈ 2 നിയമവും ബാധകമാണെന്നുള്ള, അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ എത്ര കേസുകളാണ് വരുന്ന ദിവസം മുങ്ങിപ്പോകുന്നത്. നമുക്കറിയാം ഈ കേസിൽ പിടിച്ചു കഴിഞ്ഞാൽ പുറത്തു വരാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതെല്ലാം ഇവിടെ ഇവിടെയും 2 നിയമം നടക്കുന്നുണ്ട് എന്ന്, നിലവിൽ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് ഈ ലോകത്തേക്ക് നോക്കിയേറിയാം. 2009 ആയപ്പോഴത്തേക്കും ആണ് ഇവര് ഈ മുഴുവൻ നൈജീരിയയും ഇസ്ലാമവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ബൊക്ക ഹറാം മുഹമ്മദ് യൂസഫ് ആരംഭിക്കുന്നത്. പാശ്ചാത്യ വിദ്യാഭ്യാസം അനുവദനീയമല്ല എന്നതാണ് അവരുടെ മോട്ടോ. 2010 അവര് അവിടെയുള്ള ഒരു ജയിൽ ആക്രമിച്ചിട്ട് 700 പേരെ സ്വതന്ത്രമാക്കി. അത് 10 പേരും ബൊക്കോ ഹറാംകാരായിരുന്നു. ബൊക്കോ ഹറാം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഉറവിടങ്ങളിലേക്ക്, മുഹമ്മദിലേക്കും അവരുടെ പഴയ ജീവിതത്തിലേക്കും ചിന്തകളിലേക്കും തിരിച്ചു പോവുക എന്നുള്ള ആശയത്തോടു കൂടിയാണ് ഈ പ്രസ്ഥാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. ആ തിരിച്ചുപോക്കാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് 2014 അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ നമ്മൾ നൈജീരിയയിൽ കാണുന്നത്. ആ വർഷമാണ് 276 പെൺകുട്ടികളെ സ്കൂളിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നു ഏപ്രിൽ 14-ാം തീയതി. അല്ലെങ്കിൽ 2 പട്ടണങ്ങള് ഗംബോറു, നിഗാല എന്ന് പറഞ്ഞ പട്ടണങ്ങൾ ആക്രമിച്ചിട്ട് 310 പേരെ 12 മണിക്കൂറിനുള്ളിൽ കൊന്നുകളയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ കൊലപാതകത്തിന്റെ കണക്കുകൾ 2021 ഏറ്റവും അധികം, 14-ന് ശേഷം കണ്ടമാനം കൊലപാതകങ്ങൾ അവിടെ സംഭവിച്ചത്. 2021 10 പുരോഹിതന്മാരും പാസ്റ്റർമാരും അടക്കം 3000-ലധികം പേരാണ് ആ ഒരു ചെറിയൊരു കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് എൻ്റെ മനസ്സിലുള്ള ഓർമ്മ. ഇങ്ങനെ കഠിനമായ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇതിന്റെ പിന്നിൽ നമുക്ക് പഴയ കാലത്തേക്ക് എത്തിപ്പെടണം, എങ്കിൽ മാത്രമേ നമ്മുടെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയൂ എന്ന് പറയുന്ന അവരെ പ്രചോദിപ്പിക്കുന്ന വലിയൊരു ശക്തി പ്രവർത്തന നിരതമാണ്. ഫാദർ ആന്റണി, ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഫുലാനി തീവ്രവാദികളും വളരെയധികം വെല്ലുവിളികൾ അവിടെ ഉയർത്തുന്നുണ്ട്. എല്ലാ സ്ഥലത്തും വെല്ലുവിളി കൊടുക്കുന്നത്. ഇവര് ഒരു ഗ്രൂപ്പ് അല്ലല്ലോ. നമ്മൾ പറയുന്ന ഈ വഹാബി, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വഹാബിതം വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ മൗദൂദിസം വന്നു, മുഹമ്മദ് ഇലിയാസ് വന്നു, അതിന്റെ ഭാഗമായിട്ടുള്ള ഇവരുടെ പാർട്ടികളെല്ലാം വന്നു. ഇതെല്ലാം വന്ന് ഇവിടെ അനേക ഗ്രൂപ്പുകളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനത്തെക്കുറിച്ച് വാസ്തവത്തിൽ 50 വർഷം മുമ്പ് തുടങ്ങിയതാണെങ്കിലും ഇന്നും നമ്മുടെ പൊതുജനം യാതൊരു വിധത്തിലും ബോധവൽക്കരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു ശോചനീയമായിട്ടുള്ള ഒരവസ്ഥ. എന്ന് ഇത്രയും മീഡിയ ഇങ്ങനെ വാർത്തകൾ സംസ്കരിച്ചിട്ടും ഇത്രയും കാര്യം കൺമുമ്പിൽ കണ്ടിട്ടും നമുക്കറിയാം ഈ പാവപ്പെട്ടവര് മുഴുവനും അവരുടെ പാവപ്പെട്ട ചെറു കടകൾ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഒരു മാള് മാത്രം തുറന്നു പ്രവർത്തിക്കുന്നത് നിയമപരമായി? അപ്പൊ അതിനെ ഒന്ന് മനസ്സിലാക്കാനായിട്ടുള്ള, വിലയിരുത്താനായിട്ടുള്ള ഒരു സ്ഥിതി നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശോചനീയമായിട്ടുള്ള അവസ്ഥയും. അതോടൊപ്പം ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠവും വളരെ വലുതാണ് എന്നുള്ള കാര്യം നമ്മൾ അനുസ്മരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. വളരെ വ്യക്തമായി തന്നെ നൈജീരിയയുടെ ഒരു താരതമ്യ പഠനം ഫാദർ ആന്റണി നടത്തുകയുണ്ടായി. ശ്രീ ടി ദേവപ്രസാദ്, ഈ ഒരു സാഹചര്യത്തിൽ ഈ അടുത്ത നാളിൽ വന്ന ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു പരാമർശം തീർച്ചയായും നാം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട്, SDP സംഘടനകൾ തീവ്രവാദ സംഘടനകളാണ് എന്ന വളരെ ആശങ്കയുണർത്തുന്ന ഒരു പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് വലിയ രീതിയിൽ കേരള സമൂഹം ചർച്ചയാക്കേണ്ടതല്ലേ ശ്രീ ടി ദേവപ്രസാദ്? ഈ ഹൈക്കോടതി പറയുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിന് കാര്യത്തില് സംശയമൊന്നുമില്ല. പോപ്പുലർ ഫ്രണ്ട്, SDP തീവ്രവാദ, എനിക്കൊന്ന് പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചാണ് ഹൈക്കോടതി അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ വിലക്കപ്പെട്ട സംഘടനയല്ലെങ്കിലും അത് 2ഉം തീവ്രവാദ സംഘടനകളാണെന്ന് ഹൈക്കോടതി പരാമർശിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന ഒരു
യാഥാർത്ഥ്യം എന്താണ്, സാമൂഹ്യ യാഥാർത്ഥ്യം എന്താണ്? ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി അവരുടെ പിന്തുണ നേടുന്ന ഭരണകർത്താക്കളെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം എറണാകുളത്ത് ഇപ്പൊ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ പോപ്പുലർ ഫ്രണ്ട് പിണറായി വിജയന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വേണ്ടെന്ന് പറയോ പിണറായി വിജയൻ? പറയത്തില്ല. അതുപോലെ അതിന് പകരം അങ്ങനെ ഒരു പിന്തുണ അവർ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ SDPI കോൺഗ്രസിന് പിന്തുണ കൊടുത്ത് പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു. നമുക്കിപ്പോ കോൺഗ്രസും പിന്നെ എന്താ ഇതൊന്നും വേണ്ടെന്ന് പറയുന്ന, അല്ലെങ്കിൽ ജനാധിപത്യ മുന്നണി ഇതൊന്നും വേണ്ടെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാന്നുള്ള ഒരു ചിന്തയിലല്ല. നമുക്കറിയാമല്ലോ, ഈ അടുത്ത കാലത്ത് സമസ്തയുടെ വിവാദം വന്നപ്പം കുഞ്ഞാലിക്കുട്ടി എന്താ പറഞ്ഞേ? കുഞ്ഞാലിക്കുട്ടി സമസ്തയെ നിങ്ങളിങ്ങനെ അതിര് കടക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ നവാസ് എന്ന് പറയുന്ന അവരുടെ യൂത്ത് ലീഗിന്റെ നേതാവ് എന്താ പറഞ്ഞ? സമസ്ത പറഞ്ഞ് ശരിയാന്നല്ലേ പറഞ്ഞ? നമുക്കറിയാം ഈ ഒരു പുറമേ കാണിക്കുന്ന ഒരു മതേതരത്തെ, ഒരു സൗമ്യത എന്നൊക്കെ പറയുന്നത് ഉള്ളിൽ വലിയ വേറെ അതിനപ്പുറമുള്ള ചിന്തകൾ വെച്ചുകൊണ്ടാണെന്നാണ്. ഇപ്പൊ കോടതി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ നടപടി എടുക്കേണ്ടത് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള തീവ്രവാദ സംഘടനകളുടെ കാര്യത്തിൽ നടപടി എടുക്കേണ്ടവർ നടപടി എടുക്കുകയോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മളൊരു ജനങ്ങളെ സംബന്ധിച്ച് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഉടനെ കയറി നമ്മളും അവരെ പോലെ ആകാനല്ലല്ലോ പറ്റുന്നത്. പക്ഷെ വേണ്ടത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കേണ്ടവർ അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അത് നമ്മുടെ നാട്ടില് വീഴ്ച വരുന്നതനുസരിച്ച് വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും, പൊതുസമൂഹം മുഴുവൻ കൊടുക്കേണ്ടി വരും. കാരണം തീവ്രവാദികളുടെ നമുക്കറിയാം, ഇപ്പൊ ഈ ഭരണഘടന പച്ചൻ ചൂണ്ടിക്കാണിച്ച പോലെ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും ഒരു മുസ്ലിമുകൾ അവിടുത്തെ ഭരണഘടന അനുസരിച്ച് കിട്ടാവുന്ന ആനുകൂല്യങ്ങളെല്ലാം മേടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അവർക്ക് അധികാരത്തിൽ വന്നാൽ ആദ്യം ഉണ്ടാകുന്ന ആ ഭരണഘടന ഇല്ലാതാക്കാന്നുള്ളതാണ്. പിന്നെ അവർക്കൊരു ശരീഅത്ത്, ഇപ്പൊ ഈ ശരീഅത്തിന് വേണ്ടി നിയമങ്ങൾക്ക് വേണ്ടിയുള്ള ഈ വാദങ്ങൾ, വലിയ മുറവിളികൾ ശക്തമാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ തിരിച്ചറിയേണ്ടതും ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അതിന്റെ പേരിൽ അല്ലെങ്കിൽ അതിനോട് നമുക്കെന്തോ പ്രത്യേകിച്ച് നഷ്ടം വരും എന്നുള്ള രീതിയിൽ നമ്മൾ പലതും അതിനെ എതിർക്കാനോ ഒക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ തന്നെ കുഴി കുത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ലോകം നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഇവിടെ വേണ്ടത് ഹൈക്കോടതിയുടെ ഈ വിധി, ഹൈക്കോടതിയിൽ നിന്ന് ഈ പരാമർശനം, വിധിയല്ല, ഹൈക്കോടതിയുടെ പരാമർശനം വളരെ ഗൗരവത്തോടെ അധികാരികൾ ഇതൊക്കെ പറയുമ്പോ എന്താ, അവര് വേണേ സ്റ്റേജ് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദ സംഘടന എന്നൊക്കെ പ്രസംഗിക്കും. പക്ഷെ അവര് രഹസ്യമായി ധാരണ ഉണ്ടാക്കുകയും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. നമ്മൾ ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കി. SFIയുടെ ഒരു നേതാവിനെ, അഭിമന്യു എന്ന് പറഞ്ഞ ഒരു പയ്യനെ, ഇടുക്കിക്കാരനാണ്, മഹാരാജാസ് കോളേജിലെ ഹോസ്റ്റലിൽ കയറി പോപ്പുലർ ഫ്രണ്ടുകാർ വെട്ടിക്കൊന്നു. അതിലെ പ്രതികൾ കീഴടങ്ങുന്നത് വരെ കേരള പോലീസിന് പിടികൂടാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ഒന്നാം പ്രതി പിടികൂടപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ പിന്നെ ആരെ ബോധ്യപ്പെടുത്താനാണ് ഈ മതേതരത്വത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഇടതുപക്ഷം? ആരെ ബോധ്യപ്പെടുത്താനാണ് കോൺഗ്രസ് മതേതരത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? ഇതാണ് ഒരുപക്ഷെ ഭാരതത്തിൽ BJP അല്ലെങ്കിൽ BJP ഇവിടുന്ന് ഒരു ശക്തിപ്പെടുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇതാണ്. ഈ മതേതരത്വം എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള തീവ്രവാദികൾക്ക് ഒരു പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കുക. നിങ്ങൾ കേരളത്തിന്റെ ചരിത്രം ഓർക്കണം, അനഭിമതരായ കുവൈറ്റികളെ കേരളത്തിലെ അന്നത്തെ ലീഗ് മന്ത്രിമാർ അവരുടെ കാറിൽ കൊണ്ട്, നമ്മളൊന്നും അത് അത്ര വലിയൊരു സംഭവമായിട്ടൊന്നും കരുതിയില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയില്ല. അന്ന് കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്, കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ഗവൺമെന്റിനെതിരായിട്ടാണ് വന്നത്. കരുണാകരൻ പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞ് വ്യക്തിപരമായി വിലപിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ അതങ്ങനെയൊക്കെ കൂട്ടുനിന്ന് പോയി അബദ്ധം ചെയ്തിട്ടുണ്ടെന്നൊക്കെ. അത് പേഴ്സണലാണ്, തീർച്ചയായിട്ടൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മുടെ ഭരണാധികാരികൾ, ഇപ്പൊ ഒരു ഭരണാധികാരികൾ വേണ്ട വിധത്തിൽ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾക്ക് നമ്മുടെ നാട് ഒരുപക്ഷെ ഇന്നോ നാളെയോ ഒന്നും ആയിരിക്കും. അച്ഛൻ പറഞ്ഞതുപോലെ എത്രയോ 10 വർഷങ്ങൾക്കൊക്കെ ശേഷമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ അതിലേക്ക് നമ്മുടെ നാട് എത്താതിരിക്കണമെങ്കിൽ തീവ്രവാദ സംഘടനകളെ നിയന്ത്രിക്കണം. അവരുടെ ആവശ്യങ്ങൾക്കൊന്നും കീഴ്വഴങ്ങുന്ന ഒരു സമീപനത്തിലേക്ക് സർക്കാർ, നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾ വലിയ ദുരന്തത്തിലേക്ക്, വലിയ അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഭാരതത്തിലും ഉണ്ടാവും. ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നതാണ്. അവരുടെ കണക്കനുസരിച്ച് 28 കോടി മുസ്ലിമുകൾ ഇന്ത്യയിലുണ്ടെന്നാണ്. പക്ഷെ അത്രയും മുസ്ലിമുകളുള്ള ലോകത്ത് വേറൊരു രാജ്യവും ഇല്ല. ഇന്തോനേഷ്യ പോലും, ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യം എന്ന് പറയുന്നത് ഇന്തോനേഷ്യ, അവിടെ പോലും 23 കോടി എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഇപ്പോഴും ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങള്, മറ്റവകാശങ്ങള്, പിന്നോക്കാവസ്ഥയുടെ അവകാശങ്ങൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സർക്കാർ സർവീസുകൾ അതുപോലുള്ളിടത്ത് എല്ലായിടത്തും അവർക്ക് ആനുകൂല്യം കൊടുക്കുന്നു. അതൊക്കെ ആവശ്യമാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ചിന്തയുടെ ഒരു കാലഘട്ടമായിരിക്കണം. ലോകത്ത് നടക്കുന്ന ഈ സംഭവവികാസങ്ങൾ നമ്മുടെ ഭരണാധികാരികളെ, ഇപ്പം നമുക്കിങ്ങനെ പറയാനല്ലേ സാധിക്കുള്ളൂ, അവരെ സംബന്ധിച്ച് ഇലക്ഷൻ ജയിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് അവർ പല വിട്ടുവീഴ്ചകൾക്കും ചെയ്തത് അവർക്ക് തന്നെ ഒരു വിനയായി മാറും എന്ന് അവർ മനസ്സിലാക്കട്ടെ എന്നാണ്. അതിന് അവരുടെ
മനസ്സുകളെ, ഹൃദയങ്ങളെ ദൈവം പ്രകാശിപ്പിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ പോകുന്നത് അപകടത്തിലേക്കാണ്. യെസ്, വളരെ വ്യക്തമാണ്. നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവസാനത്തെ ചോദ്യം ഫാദർ ആന്റണി, ഈ അടുത്ത നാളുകളിലെ ചില സംഭവങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം 2010-2011 കാലഘട്ടത്തിൽ ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസ്, തുടർച്ചയായി സിനിമകളിലൂടെയും കലകളിലൂടെയും ക്രൈസ്തവ വിശ്വാസം അവഹേളിക്കപ്പെടുന്നു. ഭരണ സംവിധാനങ്ങളിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. 80-20 വിഷയത്തിലൊക്കെ നാം കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഹലാൽ വൽക്കരണം, പിന്നീട് ഈ അടുത്ത നാളുകളിൽ നമുക്കറിയാം നടക്കുന്ന കൊലപാതകങ്ങളിൽ, ഈ പാലക്കാട് നടന്ന രാഷ്ട്രീയ കൊലപാതകത്തിൽ ഒരു ഇമാമിന് പങ്കുണ്ട് എന്ന തരത്തിൽ പോലീസ് അത്തരത്തിലൊരു നിഗമനത്തിൽ എത്തുന്നു. ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം സമസ്ത മേഖലകളിലും ഒരു ജിഹാദി വൽക്കരണം, ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ പല ഭാഗങ്ങളിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നു. ഈ തീവ്രവാദികൾക്ക് ഔദ്യോഗിക വിവരങ്ങൾ ചോർത്തി കൊടുത്തതിന്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥർ, നമുക്കറിയാം തൊടുപുഴയിൽ അറസ്റ്റ് ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം തന്നെ മൂന്നാറിൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു. ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ തീവ്രവാദികൾക്ക് വിവരം ചോർത്തി കൊടുത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നു. ഈ സംഭവങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് കേരളവും നൈജീരിയയും, അല്ലെങ്കിൽ നൈജീരിയയിൽ നിന്ന് കേരളത്തിലേക്ക് ഇനി അധികം ദൂരമില്ല എന്നതിന്റെ ഒരു സൂചനയല്ലേ ഫാദർ ആന്റണി? അത് വളരെ നല്ല ചോദ്യമാണ്. അതൊരു പ്രസ്താവനയായിട്ട് പറയേണ്ട ആവശ്യമേ ഉള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ സാർ ഇപ്പോ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് പറയുകയാണെങ്കിൽ, ഈ വഹാബിസം ഈ നാട്ടിൽ വന്നതിന് ശേഷം അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. പൊതുസമൂഹം അത് അറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ലഭ്യമായ എല്ലാ നന്മകളും, ഇത് നേരത്തെ സംഭവിക്കുന്നതാണ്, നന്മകളെ ദുരുപയോഗം ചെയ്യുക, നന്മകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിങ്ങനെ തടിച്ചു കൊഴുത്ത് വളർന്നു വരികയാണ് ചെയ്തത്. ആ വളർന്ന് അതിങ്ങനെ ശാഖയിട്ട് നിൽക്കുന്നതിന്റെ ചില അടയാളങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നതെല്ലാം. നമ്മുടെ ഹലാൽ വിഷയമായാലും ഹിജാബ് വിഷയമായാലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളിലും ആ ഒരു സംഭവമല്ല വാസ്തവത്തിൽ നടക്കുന്നത്. അടിസ്ഥാനപരമായ ജിഹാദി വൽക്കരണമാണ് നടന്നിരിക്കുന്നത്. ഈ നടന്നിരിക്കുന്നതിനെ നിർഭാഗ്യവശാൽ പൊതുസമൂഹം ഇതുവരെയും അത് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് വളരെ ഭരണഘടനയെയും നമ്മുടെ സംവിധാനങ്ങളെയും മുഴുവൻ അട്ടിമറിക്കുന്ന ഒരു നിലയിലേക്ക് നമ്മൾ എത്തി. ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയക്കാര് നമ്മൾ എന്ത് പറഞ്ഞാലും അവർ ചെവിക്കൊടുക്കുക. കാരണം അവർക്ക് വോട്ട് മതി, അടുത്ത ഭരണം നിൽക്കണം. അതിന് ആവശ്യമായിട്ടുള്ള അത് ജിഹാദിലൂടെ തന്നെ ആ ഒരു ലെവലിലേക്ക് അവരെത്തി. അല്ലെങ്കിൽ ഈ ലോകത്തില് ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ 1ാം രാജ്യമാണ്, ഇല്ല 2ാം രാജ്യമാണ്, ഇസ്ലാമിക രാജ്യമാണ് ഇന്ത്യ എങ്കിൽ അവർക്കെന്തിനാണ് ഇത്രമാത്രം ഈ റിസർവേഷൻസ്? അതും ഇവിടെയുള്ള പാവപ്പെട്ടവരൊന്നും അല്ലല്ലോ, ഇവിടെയുള്ള ഏറ്റവും പണക്കാർ അതിനകത്ത് പെട്ടവരല്ലേ. അപ്പോ ഇത് ഒരു പൊതുവിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റത്തിന്റെ അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ ഈ ചരിത്രം വായിക്കുന്നത്. അത് ഒത്തിരി സംഭവങ്ങളിൽ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട, ആളുകൾ ചിന്തിക്കേണ്ട, ആളുകൾ തീരുമാനമെടുക്കേണ്ട, വോട്ട് ചെയ്യുമ്പോൾ മനുഷ്യന്റെ മനസ്സിലുണ്ടാകേണ്ട ആശയങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിക്കേണ്ടത്. വളരെ വ്യക്തമാണ്. നൈജീരിയൻ ക്രൈസ്തവ യുവതി ദബോറ കൊല്ലപ്പെട്ടപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ അവസാനത്തെ ഒരു വാക്ക് ഇതാണ്: ഇത് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ലഭിക്കുക? ആ ഒരു ചോദ്യം തന്നെയാണ് ഷെക്കിന ബിഗ് ഡിബേറ്റ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസത്തെ അടിച്ചമർത്തിയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ലഭിക്കുക? അനേകം ക്രൈസ്തവരെ കൊലക്കത്തിക്ക് ഇരയാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ലഭിക്കുക? തീർച്ചയായും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു: ഭയപ്പെടുത്തി നിശബ്ദരാക്കുവാൻ നിങ്ങൾ ശ്രമിച്ചാൽ ശക്തിയുക്തം ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നത് ഉറപ്പ് തന്നെയാണ്. ഷെക്കിന ബിഗ് ഡിബേറ്റ് ഇവിടെ അവസാനിക്കുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ ആന്റണി, ശ്രീ ടി ദേവപ്രസാദ്, രണ്ടുപേർക്കും പ്രത്യേകം നന്ദി.